നമസ്കാരം. സമ്പൽ സമൃദ്ധി, ഉയർച്ച, ഐശ്വര്യം എന്നിവ ജീവിതത്തിലേക്ക് കടന്നു വരണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് ഏവരും. അതിനുവേണ്ടി പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരുമാണ് ഏവരും. എന്നാൽ ഇതെല്ലാം പ്രദാനം ചെയ്യുന്നതായ ഗ്രഹം തന്നെയാണ് വ്യാഴം. ജ്യോതിഷത്തിൽ ഏവരും കാത്തിരിക്കുന്നതായ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വ്യാഴമാറ്റം. വ്യാഴമാറ്റം സംഭവിക്കാൻ പോവുകയാണ്. മെയ് മാസം ആദ്യത്തോടുകൂടി തന്നെ, അതായത് മെയ് മാസം തുടക്കത്തോടുകൂടി തന്നെ തീർച്ചയായും വ്യാഴമാറ്റം സംഭവിക്കുകയാണ്. ഈ വ്യാഴമാറ്റത്തിലൂടെ ചില നക്ഷത്രക്കാർക്ക് അത്ഭുതകരമായ നേട്ടങ്ങൾ വന്നു ചേരും. ഇതേക്കുറിച്ച് വിശദമായ വീഡിയോ പിന്നീട് ചെയ്യുന്നതാകുന്നു. ഇന്ന് 3 നക്ഷത്രങ്ങളെക്കുറിച്ചാണ് വീഡിയോ ചെയ്യുന്നത്. ഈ നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന വ്യാഴമാറ്റവുമായി ബന്ധപ്പെട്ട് സംഭവിക്കാൻ പോകുന്ന ചില അത്ഭുതകരമായ നേട്ടങ്ങളെക്കുറിച്ച് ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം. തിങ്കളാഴ്ച ദിവസം നടത്തുന്ന വിശേഷാൽ ശിവപൂജയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എന്തെങ്കിലും പ്രത്യേക ആവശ്യത്തിനായി പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട് എങ്കിൽ ആ കാര്യവും രേഖപ്പെടുത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ആദ്യത്തെ നക്ഷത്രമായി പരാമർശിക്കുന്നത് ഭരണി നക്ഷത്രമാണ്. ഭരണി നക്ഷത്രക്കാരായ വ്യക്തികൾ ഈ കാര്യങ്ങൾ കേൾക്കുന്നുണ്ട് എങ്കിൽ അറിയേണ്ടത്, ഭരണി നക്ഷത്രക്കാർക്ക് വ്യാഴമാറ്റത്തോടുകൂടി ജീവിതത്തിൽ ഉയർച്ച വന്ന് ചേരുന്ന സമയമാണ്. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും ശുഭകരമായ സമയമാണ് എന്നത് ഓർത്തിരിക്കേണ്ടതാകുന്നു. കാരണം വളർച്ച വളരെ വേഗത്തിലാകുവാൻ സാധ്യത വളരെ കൂടുതലാകുന്നു. അതിനാൽ തന്നെ നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് അത്തരത്തിലുള്ള ഫലങ്ങൾ വന്നു ചേരാം. കൂടാതെ ഈ സമയം കുടുംബസൗഖ്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരുവാൻ സാധിക്കും, അല്ലെങ്കിൽ നിലനിർത്തുവാൻ സാധിക്കും. കാരണം തർക്കങ്ങളുണ്ട് എങ്കിൽ പരിഹരിക്കുവാൻ സാധിക്കുന്നതായ സമയമാണ് ഇത്. ഈ സമയം സുഹൃത്തുക്കളുടെ പിന്തുണ പല കാര്യങ്ങളിലും നിങ്ങൾക്ക് ലഭിക്കും. പ്രതീക്ഷിക്കാത്ത പിന്തുണ പോലും ലഭിക്കുന്നതായ അവസരങ്ങൾ വന്നു ചേരും. ചില വ്യക്തികൾ പിന്തുണയ്ക്കില്ല അല്ലെങ്കിൽ സഹായിക്കില്ല എന്ന് വിചാരിച്ചാൽ പോലും ഫലത്തിൽ അവർ നിങ്ങളെ സഹായിക്കുന്നതാകുന്നു. സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് ശുഭകരമായ വാർത്തകൾ നാൾക്കുനാൾ നിങ്ങൾക്ക് കേൾക്കുവാൻ സാധിക്കും. ഏറ്റവും വിശേഷപ്പെട്ടതായ ഫലങ്ങൾ തന്നെ സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് വന്നു ചേരാം. കൂടാതെ ഭൗതികമായ രംഗത്ത് നിങ്ങൾക്ക് ഏറ്റവുമധികം നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കുന്ന സമയമാകുന്നു. സാമ്പത്തികപരമായ കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ ഉയർച്ച നേടുവാൻ അല്ലെങ്കിൽ സാമ്പത്തികപരമായ ഉയർച്ച നേടുവാൻ സഹായകരമായ ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. ഉയർച്ചയ്ക്ക് സഹായകരമായ കാര്യങ്ങൾ വന്നു ചേരും. ഏറ്റവും ശുഭകരമായി തന്നെ മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. തീരുമാനങ്ങൾ ശ്രദ്ധാപൂർവം നിങ്ങൾ കൈക്കൊള്ളണം, അല്ലെങ്കിൽ എടുക്കണം എന്ന് തന്നെ പറയാം. കാരണം ഏറ്റവും ശുഭകരമായ സമയത്തിലൂടെയാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഈ സമയം നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരുന്നതാണ്. അതിനാൽ അല്പം കൂടി ചിന്തിച്ച് തീരുമാനങ്ങൾ എടുക്കുകയാണ് എങ്കിൽ വളരെയധികം നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. ചെറിയ കാര്യങ്ങൾക്ക് പോലും പിണങ്ങുവാനുള്ള സാധ്യതയുണ്ട്. അത്തരം കാര്യങ്ങൾ നിങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കുക. അധികാരമുള്ള പദവികൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് സന്തോഷം പകരുന്നതായ പദവികൾ, ജോലി എന്നിവ തേടിയെത്താം. പ്രതീക്ഷിച്ച വേഗത്തിൽ തന്നെ ജോലിയും അതേപോലെ ഉയർച്ചയും നിങ്ങൾക്ക് സ്വന്തമാക്കുവാൻ സാധിക്കും. ബിസിനസ് പരമായി അഥവാ കച്ചവടവുമായി ബന്ധപ്പെട്ട് വിപുലീകരണത്തിനും നേട്ടങ്ങൾ സ്വന്തമാക്കുവാനും ധനപരമായ ഉയർച്ചയ്ക്കും സാധ്യത വളരെ കൂടുതലുള്ള സമയമാകുന്നു. ഈ സമയം പുതിയ ബിസിനസ് സംരംഭങ്ങൾ ആരംഭിക്കുന്നതും ശുഭകരമാണ് എന്ന കാര്യം ഓർക്കുക. ദുർബോധനകൾക്ക് വശംവദരാകരുത് എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. അത്തരം ചിന്തകൾ മനസ്സിലേക്ക് വരാം. ഇഷ്ടദേവതയെ പ്രാർത്ഥിച്ച് ഇഷ്ടദേവതാ ക്ഷേത്രത്തിൽ ദർശനം നടത്തി മുന്നോട്ട് പോകുന്നതിലൂടെ ഇതിൽ മാറ്റങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും. മക്കളുടെ ശ്രേയസ് നിങ്ങൾക്ക് വളരെയധികം സന്തോഷം പകരും. മംഗളകർമ്മങ്ങളിൽ പോലും പങ്കെടുക്കുവാനുള്ള അവസരങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും. ഏറ്റവും ശുഭകരമായ സമയമാണ്. തീർച്ചയായും ഈ അവസരം ശരിയായ രീതിയിൽ വിനിയോഗിക്കുക. മറ്റൊരു നക്ഷത്രം വിശാഖം നക്ഷത്രമാണ്. വിശാഖം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ സ്വാധീന ശക്തി വളരെയധികം വർദ്ധിക്കുന്നതായ അവസരങ്ങൾ വന്നു ചേരും. പല വ്യക്തികളുടെയും പിന്തുണ നിങ്ങളെ തേടിയെത്തും. അത് ഉന്നതരായ വ്യക്തികളുടെ പോലും പിന്തുണ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന സമയമാണ് എന്ന് നിസ്സംശയം പറയാം. പല ദൗത്യങ്ങളിലും വിജയങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ വന്നു ചേരും. വ്യാപാരവുമായി ബന്ധപ്പെട്ട്
അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന തടസ്സങ്ങൾ അത് ഒഴിവാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും, പരിഹരിക്കപ്പെടും എന്ന് തന്നെ പറയാം. ബന്ധുക്കളുടെയും മിത്രങ്ങളുടെയും അതേപോലെ തന്നെ സഹപ്രവർത്തകരുടെയും അകമഴിഞ്ഞ പിന്തുണ പല കാര്യങ്ങളിലും നിങ്ങൾക്ക് പ്രതീക്ഷിക്കുവാൻ സാധിക്കും. കലാ കായിക മത്സരങ്ങളിൽ വിജയങ്ങൾ കൈവരിക്കുവാൻ സാധിക്കും. വിവാഹ കാര്യത്തിൽ കാലതാമസമുണ്ടായിരുന്നു എങ്കിൽ പോലും ഇപ്പോൾ കാര്യങ്ങൾ അനുകൂലമായി തുടങ്ങും. ഇപ്പോൾ കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കുന്നതായ സമയം തന്നെയാകുന്നു. കൂടാതെ ഭാര്യാഭർത്താക്കന്മാർക്കിടയിലുള്ള തർക്കങ്ങൾ അത് ഉണ്ടാകും എങ്കിൽ പോലും പരിഹരിക്കുവാനും ഒഴിവാക്കുവാൻ സാധിക്കുന്നതുമായ അവസരമാണ്. ശരിയായും ഇത്തരം തീരുമാനങ്ങൾ നിങ്ങൾ കൈക്കൊണ്ട് മുന്നോട്ട് പോവുക. സാമ്പത്തികപരമായ സ്ഥിതി നിങ്ങൾക്ക് മോശമാവില്ല എന്നാണ് പറയുന്നത്. അതിനാൽ തന്നെ ധനപരമായ നേട്ടങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരാം. കൂടാതെ ഈ സമയങ്ങളിൽ പല ആഗ്രഹിച്ച കാര്യങ്ങളും നേടിയെടുക്കുവാൻ സാധിക്കും. ഉന്നത പദവി പോലും ലഭിക്കാം, ആഗ്രഹിച്ച ജോലി ലഭിക്കാം, ആദായം കിട്ടിത്തുടങ്ങും. പിതൃസ്വത്തുക്കൾ ലഭിക്കാനുള്ള സാധ്യത കൂടുതലാകുന്നു. തൊഴിൽ തേടുന്നവർക്ക് മുൻപ് പരാമർശിച്ചതുപോലെ ശുഭവാർത്ത വന്നു ചേരാം. വിവാഹ കാര്യത്തിൽ തീരുമാനങ്ങൾ വന്നു ചേരും. ആഡംബരപരമായ വസ്തുക്കൾ വാങ്ങുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും. ഈ സമയം ആരോഗ്യപരമായി നിങ്ങൾക്ക് മികച്ചതായ സമയമാണ് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. ഈ സമയം നിങ്ങളുടെ പഠിപ്പിനും പരിചയത്തിനും അനുസരിച്ചുള്ള തൊഴിലാണ് ലഭിക്കുക എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. കടബാധ്യതകൾ ഒരുമിച്ച് വീട്ടാൻ സാധിച്ചില്ല എങ്കിൽ പോലും പടിപടിയായി നിങ്ങൾക്ക് അതിന് സാധിക്കും. അതേപോലെ കൈവായ്പകൾ നൽകിയിട്ടുണ്ട് എങ്കിൽ അത് തിരികെ ലഭിക്കാനുള്ള സാധ്യതകളും കൂടുതൽ തന്നെയാകുന്നു. കൂടാതെ പരോപകാരം പ്രശംസിക്കപ്പെടും. കൂടാതെ സഹോദരങ്ങളുടെ പിന്തുണ പോലും ലഭിക്കും. തർക്കങ്ങളുണ്ട് എങ്കിൽ പരിഹരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. ഈ സമയം നിങ്ങൾക്ക് അനുകൂലമാണ് എന്ന് മനസ്സിലാക്കുക. അത് മനസ്സിലാക്കി മുന്നോട്ട് പോവുകയാണ് എങ്കിൽ തീർച്ചയായും ഏറ്റവും ശുഭകരമായ ഫലങ്ങൾ തന്നെ വന്നു ചേരും. വന്നു ചേർന്നിരിക്കുന്ന അവസരങ്ങൾ ശരിയായ രീതിയിൽ തന്നെ നിങ്ങൾ വിനിയോഗിക്കുക. ഇഷ്ടദേവതയെ പ്രാർത്ഥിക്കുകയും ഇഷ്ടദേവതാ ക്ഷേത്രത്തിൽ ദർശനം നടത്തി മുന്നോട്ട് പോകുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളെ മനസ്സിലേക്ക് വന്നു ചേരുന്ന പല ദോഷകരമായ കാര്യങ്ങളും ചിന്തകളും അത് ഒഴിവാക്കുവാനും നിങ്ങൾക്ക് സാധിക്കും. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് രേവതി നക്ഷത്രമാണ്. രേവതി നക്ഷത്രക്കാരായ വ്യക്തികൾ അറിയേണ്ടതായ കാര്യം, ഈ സമയം നിങ്ങൾക്ക് അനുകൂലമായ സമയം തന്നെയാകുന്നു. അവസരത്തിനൊത്ത് ഉയരുവാനും പ്രവർത്തിക്കുവാനും നിങ്ങൾക്ക് സാധിക്കും. ഉദ്യോഗസ്ഥ സ്ഥലത്ത് അല്ലെങ്കിൽ കർമ്മമേഖലയിൽ സുഖകരമായ ചില കാര്യങ്ങൾ വന്ന് ചേരാവുന്നതാണ്. സാമ്പത്തിക കാര്യങ്ങളിൽ ഞെരുക്കം ഉണ്ടായിരുന്നു എങ്കിൽ പോലും ഒരു പരിധിവരെ ഇത്തരം കാര്യങ്ങൾ ഒഴിവാക്കുവാനും ധനപരമായ നേട്ടങ്ങൾ വന്നു ചേരുവാനും സഹായകരമാണ് ഈ സമയം. വായ്പാ തിരിച്ചടവുമായി ബന്ധപ്പെട്ട് അത് നിങ്ങൾക്ക് സാധിക്കും എന്ന് തന്നെ പറയാം. അതിനുള്ള വഴികൾ തന്നെ തുറക്കപ്പെടും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് നീങ്ങേണ്ടതായ സമയമാണ് ഇത്. കാരണം ആലോചനാപൂർവം ഈ സമയം മുന്നോട്ട് പോവുകയാണ് എങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിറവേറ്റപ്പെടുകയും നിങ്ങൾക്ക് അനുയോജ്യമായ കാര്യങ്ങൾ ഇരട്ടി ഫലത്തോടെ നടപ്പിലാക്കുവാൻ സാധിക്കുകയും ചെയ്യുന്നതാകുന്നു. വിജയിക്കുവാൻ സാധ്യത കൂടുതലുള്ള ഒരു സമയം തന്നെയാണ് ഇത്. സൽക്കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ വന്നു ചേരും. കൂടാതെ പണവരവ് അല്പം വർദ്ധിക്കുന്നതായ സമയം കൂടിയാണ് ഇത്. എന്നാൽ ചെലവിൻ്റെ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധ നിങ്ങൾ പുലർത്തണം. അപ്രസക്തമായ കാര്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറുക, സമയം കളയാതിരിക്കുക എന്ന കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു. അതല്ല എങ്കിൽ നിങ്ങൾക്ക് ലഭിക്കേണ്ടതായ സൗഭാഗ്യങ്ങൾ നഷ്ടമാകുന്നതിനോ വാക്തർക്കങ്ങൾക്കോ കാരണമായി തീരാം. കരാർ പണികളുമായി ബന്ധപ്പെട്ട് വരുമാനം വർദ്ധിക്കാം. കൂടാതെ ചെറിയ സാമ്പത്തികപരമായ ലാഭങ്ങൾ പല വഴികളിലൂടെയും വന്ന് ചേരാവുന്നതാകുന്നു. രോഗികളുമായി ബന്ധപ്പെട്ട് അവർക്ക് അല്പം ആശ്വാസം ലഭിക്കുന്നതായ സമയം തന്നെയാണ് ഇത്. കൂടാതെ ഈ സമയം തൊഴിൽ ലഭിക്കാനുള്ള സാധ്യത കൂടുതലാകുന്നു. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന രീതിയിൽ തന്നെ തൊഴിൽ ലഭിക്കാനുള്ള സാധ്യത വർദ്ധിച്ചിരിക്കുന്ന സമയം തന്നെയാണ് ഇത്. എന്നാൽ ചെലവിൻ്റെ കാര്യത്തിൽ നിയന്ത്രണം നിങ്ങൾ പാലിക്കേണ്ടത് അനിവാര്യമാണ് എന്ന കാര്യം ഓർത്തിരിക്കുക. ദാമ്പത്യ ജീവിതത്തിലെ സ്വരച്ചേർച്ചക്കുറവ് പ്രകടമാകുവാൻ സാധ്യത കൂടുതലാകുന്നു. എന്നാൽ ഈ തർക്കങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. യാത്രകൾ നിങ്ങൾക്ക് അനിവാര്യമായി തീരാം.
ആ യാത്രകളുമായി ബന്ധപ്പെട്ട് വിജയങ്ങൾക്ക് സാധ്യത കൂടുതൽ തന്നെയാകുന്നു. ചെറുകിട കച്ചവടങ്ങളുമായി ബന്ധപ്പെട്ട് ആദായം വർദ്ധിക്കുവാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു. മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും. ഈ സമയം തൊഴിൽപരമായും നേട്ടങ്ങളുടെ സമയം തന്നെയാകുന്നു. വ്യാപാരവുമായി ബന്ധപ്പെട്ടും അത്തരത്തിൽ ഫലങ്ങൾ വന്നു ചേരും. വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ട് കലാകായിക മേഖലകളിൽ വിജയം നേടുവാൻ സാധിക്കും. മത്സരങ്ങളിൽ വിജയം നേടാം. കൂടാതെ വിദ്യയിൽ ഉയർച്ച നേടുവാൻ സാധിക്കും. തടസ്സങ്ങൾ അകന്ന് വിദ്യയിൽ ഉയർച്ച നേടുവാൻ നിങ്ങൾക്ക് സാധിക്കും. ഈ സമയം വിവാഹത്തിന് പോലും അനുകൂലമാണ് സമയം എന്ന കാര്യവും ഓർക്കുക. നിങ്ങൾക്കുള്ളിലുള്ള പ്രശ്നങ്ങൾ അത് സുഹൃത്തുക്കളോ ആരുമായിട്ടുള്ള പ്രശ്നങ്ങളാണ് എങ്കിൽ പോലും തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കും. രമ്യതയിൽ എത്തുവാൻ സാധിക്കും എന്ന് തന്നെ പറയാം. ഈ അവസരം ശരിയായ രീതിയിൽ വിനിയോഗിക്കുക. ഇഷ്ടദേവതയെ പ്രാർത്ഥിക്കുക. ഇഷ്ടദേവതാ ക്ഷേത്രത്തിൽ ദർശനം നടത്തുക. തീർച്ചയായും നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും.